വെൽക്കം ടു പ്രത്യാശ കോളേജ് ഓഫ് മൈൻഡ് മാനേജ്മെൻറ്റ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൗൺസിലിംഗ് ആൻഡ് സൈക്കോതെറാപ്പി തിയറീസ് ആൻഡ് ഇൻ്റർവെൻഷൻ എന്ന ബുക്കിനെ കുറിച്ചാണ്. ഡേവിഡ് കാപ്യൂസിയും മാർക്ക് ഡി സ്റ്റോഫറുമാണ് ഇതിൻ്റെ ഓതേഴ്സ്. 6th എഡിഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പബ്ലിഷ് ചെയ്തിട്ടുള്ളത് അമേരിക്കൻ കൗൺസിലിംഗ് അസോസിയേഷനാണ്. ഇനി നമുക്ക് ഓതേഴ്സിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിയാലോ. ആദ്യത്തേതാണ് ഡേവിഡ് കാപ്യൂസി. അദ്ദേഹം ഒരു കൗൺസിലറാണ്, എഡ്യൂക്കേറ്ററാണ്, കൂടാതെ ഒരു പ്രൊഫസറും കൂടിയാണ്. കൗൺസിലിംഗ്, സൈക്കോതെറാപ്പി എന്നീ വിഷയങ്ങളിൽ ഒരുപാട് പബ്ലിക്കേഷൻസ് അദ്ദേഹം നടത്തിയിട്ടുണ്ട്. തിയററ്റിക്കലായിട്ടുള്ള കോൺസെപ്റ്റ്സിനെ പ്രാക്ടിക്കലായിട്ടുള്ള അപ്ലിക്കേഷൻസിലോട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയും കൂടിയാണ് ഡേവിഡ്. രണ്ടാമത്തെ ഓതറാണ് മാർക്ക് ഡി സ്റ്റോഫർ. അദ്ദേഹം ഒരു കൗൺസിലർ എഡ്യൂക്കേറ്ററാണ്. കൂടുതലായിട്ടും സ്പെഷ്യലൈസ് ചെയ്യുന്നത് ഇന്നോവേറ്റീവ് ആയിട്ടുള്ളതും എന്നാൽ ക്രിയേറ്റീവുമായിട്ടുള്ള കൗൺസിലിംഗ് മെത്തേഡ്സിലാണ്. കൺസ്ട്രക്റ്റിവിസ്റ്റ് അപ്രോച്ചസിൽ അദ്ദേഹം ഒരു എക്സ്പേർട്ടാണ്. ആൻഡ് കൺസ്ട്രക്റ്റിവിസ്റ്റ് അപ്രോച്ചിലെ കാര്യങ്ങൾ മോഡേൺ സൈക്കോതെറാപ്പിയിൽ അപ്ലൈ ചെയ്യുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. ഇതൊരു അക്കാഡമിക് ടെക്സ്റ്റ് ബുക്കാണ്. 704 പേജസാണ് വരുന്നത്. ഇല്ലുസ്ട്രേഷൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്ക് ഇംഗ്ലീഷിലാണ് വരുന്നത്. ഇതിൽ കവർ ചെയ്യുന്ന സബ്ജക്ട്സ് എന്ന് പറയുന്നത് കൗൺസിലിംഗ്, സൈക്കോതെറാപ്പി, അതുപോലെ തന്നെ ഈ രണ്ട് ഫീൽഡിലെയും കേസ് സ്റ്റഡീസാണ് വരുന്നത്. ഇനി ഈ ടെക്സ്റ്റ് ബുക്കിൻ്റെ കീ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ആദ്യത്തേത്, ഇതൊരു ഇൻ്റർ ഡിസിപ്ലിനറി അപ്രോച്ചാണ് ഈ ബുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. കൗൺസിലിംഗ് തിയറീസും സൈക്കോതെറാപ്പി പ്രാക്ടീസസും ഇത് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. രണ്ടാമത്തെ കീ ഫീച്ചറാണ് കേസ് സ്റ്റഡീസ് എന്ന് പറയുന്നത്. റിയൽ ലൈഫ് എക്സാമ്പിൾസ് ആണ് ഈ ഒരു ബുക്കിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. പ്രാക്ടിക്കലായിട്ടുള്ള അപ്ലിക്കേഷൻസ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്ഫുള്ളാണ്. മൂന്നാമത്തെ ഫീച്ചറാണ് കോംപ്രഹെൻസീവ് സ്കോപ്പ്. ട്രഡീഷണൽ, മോഡേൺ, അതുപോലെ തന്നെ കൺസ്ട്രക്റ്റിവിസ്റ്റ് ആയിട്ടുള്ള അപ്രോച്ചസും കൊണ്ടുവന്നിട്ടുണ്ട്. ഫോർത്ത് വണ്ണാണ് ഇല്ലുസ്ട്രേഷൻസ് എന്ന് പറയുന്നത്. വിഷ്വലായിട്ടുള്ള ഇല്ലുസ്ട്രേഷൻസ് കൂടുതലും ആഡ് ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് ഹെൽപ്സ് ഇൻ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്. ഇനി ഈ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഒബ്ജക്റ്റീവ്സും ഓഡിയൻസിനെയും കുറിച്ച് നോക്കിയാലോ. കൗൺസിലിംഗ് തിയറീസ്, ടെക്നിക്സ്, അതിൻ്റെ പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻസ്, ഇതിനൊക്കെ ഒരു കോംപ്രഹെൻസീവ് ഗൈഡായിട്ടാണ് ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് ആക്ട് ചെയ്യുന്നത്. സ്റ്റുഡൻസ്, എഡ്യൂക്കേറ്റേഴ്സ്, പ്രാക്ടീഷണേഴ്സ്, കൗൺസിലിംഗ് ആൻഡ് സൈക്കോതെറാപ്പി ഫീൽഡിലുള്ള ആളുകൾക്ക് ഇത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ഈ ബുക്കിൻ്റെ കോണ്ടൻറ്റ്സ് നോക്കാം. പാർട്ട് 1 വരുന്നതാണ് ഫൗണ്ടേഷൻസ് ഫോർ ഇൻഡിവിജ്വൽ കൗൺസിലിംഗ് ആൻഡ് സൈക്കോതെറാപ്പി എന്ന് പറയുന്നത്. ഹെൽപ്പിംഗ് റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് ഇവിടെ ഫോക്കസ് ചെയ്യുന്നത്. ഡൈമെൻഷൻസ്, അതുപോലെ തന്നെ ബ്രീഫായിട്ടുള്ള ഇൻ്റർവെൻഷൻസും പറയുന്നുണ്ട്. രണ്ടാമത്തേതാണ് ഡൈവേഴ്സിറ്റി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ഇഷ്യൂസ്. അടുത്ത ടോപ്പിക്കാണ് തിയറീസ് ഓഫ് കൗൺസിലിംഗ് ആൻഡ് സൈക്കോതെറാപ്പി എന്ന് പറയുന്നത്. സൈക്കോ അനലിറ്റിക് തിയറി, യുങ്ങിയൻ അനലിറ്റിക് തിയറി, ആഡ്ലറിയൻ തിയറി, ഇതെല്ലാമാണ് ഈ ഒരു കോണ്ടന്റിൽ കവർ ചെയ്യുന്നത്. പാർട്ട് 2 വരുന്നതാണ് തിയറീസ് ഓഫ് കൗൺസിലിംഗ് ആൻഡ് സൈക്കോതെറാപ്പി. എക്സിസ്റ്റൻഷ്യൽ തിയറി, പേഴ്സൺ സെൻറ്റേർഡ് തിയറി, ജസ്റ്റാൾട്ട് തിയറി, കോഗ്നിറ്റീവ് ബിഹേവിയറൽ തിയറീസ്, ഡയലക്റ്റിക്കൽ ബിഹേവിയർ തിയറിയുമാണ് ഇതിൽ വരുന്നത്. മൂന്നാമത്തെ പാർട്ടിൽ വരുന്നതാണ് തിയറീസ് ഓഫ് കൗൺസിലിംഗ് ആൻഡ് സൈക്കോതെറാപ്പി എന്ന് പറയുന്നത്. റേഷണൽ ഇമോട്ടീവ് ബിഹേവിയർ തെറാപ്പി, റിയാലിറ്റി തെറാപ്പി ഓർ ചോയ്സ് തിയറി, ഫാമിലി തിയറി, ഫെമിനിസ്റ്റ് തിയറി, ട്രാൻസ്പേഴ്സണൽ തിയറി, ഇതെല്ലാമാണ് ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ളത്. രണ്ടാമത്തെ ടോപ്പിക്കാണ് കൺസ്ട്രക്റ്റിവിസ്റ്റ് തിയറീസ് ആൻഡ് ക്രിയേറ്റീവ് അപ്രോച്ചസ് എന്ന് പറയുന്നത്. സൊല്യൂഷൻ ഫോക്കസ്ഡ് ആൻഡ് നറേറ്റീവ് തെറാപ്പീസ്, ക്രിയേറ്റീവ് അപ്രോച്ചസ് ഇൻ കൗൺസിലിംഗ്, ഇതെല്ലാമാണ് ഇതിൽ വരുന്നത്. കൗൺസിലിംഗ് എഡ്യൂക്കേഷൻ്റെ ഒരു ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ട് ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് പറയുന്നുണ്ട്. കൗൺസിലിംഗ് പ്രോഗ്രാംസിലെ കോഴ്സ് വർക്കിന് ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് വളരെയധികം എസെൻഷ്യലാണ്. ഡൈവേഴ്സ് ആയിട്ടുള്ള ക്ലയൻറ്റ് പോപ്പുലേഷന് വേണ്ടിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻ്റർവെൻഷനാണ് ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. തിയറീസിനെ റിയൽ വേൾഡ് സിനാരിയോസിൽ അപ്ലൈ ചെയ്യാനായിട്ട് പ്രാക്ടീഷണേഴ്സിനെ ഗൈഡ് ചെയ്യുന്ന ഒരു ടെക്സ്റ്റ് ബുക്കാണിത്. ഇനി ഈ ബുക്കിൻ്റെ സ്ട്രെങ്ത്സ് എന്താണെന്ന് നോക്കിയാലോ. ഫൗണ്ടേഷണൽ തിയറീസിൻ്റെ ഒപ്പം തന്നെ മോഡേൺ അപ്രോച്ചസും ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് കമ്പൈൻ ചെയ്യുന്നുണ്ട്. റിയൽ വേൾഡ് കൗൺസിലിംഗ് സിനാരിയോസിൽ ടെക്നിക്സ് ഒരുപാട് ഉപയോഗിക്കുന്ന ഒരു ടെക്സ്റ്റ് ബുക്കാണിത്.
ഡൈവേഴ്സിറ്റിയെ കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ട് കൗൺസിലിങ്ങിന് സോഷ്യൽ ജസ്റ്റിസിനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. കേസ് സ്റ്റഡീസ്, എക്സാമ്പിൾസ്, ഇല്ലുസ്ട്രേഷൻസ് ഇതും എഡ്യൂക്കേഷണൽ ടൂൾസായിട്ട് ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ ഇൻക്ലൂഡഡ് ആണ്. ഇനി ഈ ടെക്സ്റ്റ് ബുക്കിൻ്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ബിഗിനർ ആയിട്ടുള്ള ഒരു സ്റ്റുഡൻറ്റിന് ഇത് കുറച്ച് കോംപ്ലക്സ് ആയിട്ട് തോന്നാനായിട്ടുള്ള സാധ്യതയുണ്ട്. 704 പേജസാണ് ഈ ഒരു ടെക്സ്റ്റ് ബുക്കിലുള്ളത്. സോ അതുകൊണ്ട് തന്നെ ഒരു ക്വിക്കായിട്ടുള്ള റെഫറൻസിന് പറ്റിയൊരു പുസ്തകമല്ല ഇത്. നോൺ വെസ്റ്റേൺ ആയിട്ടുള്ള തലത്തിൽ കൗൺസിലിങ്ങിനെ എക്സ്പ്ലോറേഷൻ ചെയ്യുന്നത് ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ കുറവാണ്. സോ ഇത്രയുമാണ് ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ കവർ ചെയ്യുന്നത്. ഇതുപോലുള്ള ബുക്കിൻ്റെ റിവ്യൂസ് നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. സോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സായിട്ട് ഷെയറും ചെയ്യൂ കേട്ടോ. താങ്ക് യു.